നമ്മൾ കയറി വരുമ്പോൾ ഇത് ഇവിടുത്തെ ബ്രെഡാട്ടോ, ഇവരെ ബ്രെഡാണ്. ഇതൊരു വലിയ സംഭവം തന്നെയാണ്. അതിലേക്ക് അരി ഇടാൻ പോവാണ്. അരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ ഇവിടെ ബീഫ്, മട്ടൻ ഇതിലൊക്കെ ഉണ്ടാക്കുന്ന ഈ പുലാവിലേക്ക് ഇടുന്ന സാധനം ഒന്നിച്ചിട്ടിട്ട് വേവിക്കുന്നതാണിത്. സെൻട്രൽ ഏഷ്യൻ പിലാവ് സെൻറ്റർ. ഇതെത്ര വലിയ ചട്ടിയാണെന്നറിയോ? ആ കൂട്ടത്തിൽ മുന്തിരി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പബ്ലിക്കിലാണ് കേട്ടോ ഇവർ ഉണ്ടാക്കുന്നത്. ഇതുവരെ ഒന്നിച്ചിട്ടുള്ള ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇവിടെ എടുത്തു വെച്ച് അത് കട്ട് ചെയ്യും. ഇതിൻ്റെ കളർഫുള്ളാണ്, ഇതിൻ്റെ കളറിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി. ശരിക്കും പുലാവ് മേക്കിംഗ് ഇതാണ്, ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇവിടെ കഴിക്കാൻ വരുന്ന വിദേശികളൊക്കെ ഇത് വന്നിട്ട് നോക്കൂട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പുലാവ് സെൻറ്ററിലേക്കാട്ടോ, സെൻറ്ററിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് കണ്ടങ്ങൾ ഭയങ്കര ഒരു ലോകം തന്നെയാണ്. ഒരു ബിൽഡിങ്, ഒരു പാർക്കിങ് എല്ലാം. ഇതെവിടെ മുതൽ ഇതിൽ കൂടിയാണ് പക്ഷേ ഇവിടെ മുതൽ അതിൻ്റെ ഫുഡിൻ്റെ സർവീസിൻ്റെ സ്ഥലം സ്റ്റാർട്ടാകും. ഇതൊക്കെ ഫുഡിൻ്റെ ടേബിൾസാണ്. ഇതുപോലെ ഇഷ്ടം പോലെ അവിടം വരെയുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് റെസ്റ്റോറൻ്റാണ് ഈ TV ടവറിൻ്റെ. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ TV ടവർ, അതിനോട് തൊട്ടടുത്താട്ടോ. TV ടവറിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ തഷ്കൻഡിൽ വന്നാൽ ഇവിടെ വരാൻ മടി കാണിക്കരുത്. ഇവിടെ നിർബന്ധമായിട്ട് വരിക. ഈ കാണുന്ന ഒരു ലോകം അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് വലിയ റെസ്റ്റോറൻ്റൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു ലോകം തന്നെയാണ് ഇവിടെ ഇതിലുണ്ടാക്കി വെച്ചതെന്നുള്ളതാണ്. എല്ലാത്തിനും ക്യൂ ആണ് ഇവിടെ. ഇത്രയും സൗകര്യം, ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഇവിടെ എല്ലാത്തിനും ക്യൂ ആണ്. അപ്പം നീ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്ന്. ഇതാണ് ഇവിടുത്തെ ആ പുലാവ് സെൻറ്ററിൻ്റെ ഒരു ലോഗോ. ഇവിടെ നിന്നിട്ടാണ് ആൾക്കാർ ഫോട്ടോ എടുക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കൊരു ഫോട്ടോ എടുത്താളാം. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, നമുക്കും ഫോട്ടോ എടുക്കാം. ഇവിടെ വന്നിട്ട് സെൻട്രൽ ഏഷ്യൻ പിലാവ് സെൻറ്റർ, വെസ്റ്റ് സോൺ. ഇതൊക്കെ ഇവരെ ട്രഡീഷണലായിട്ട് ഇവർ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ നാട്ടിൽ ഉള്ള പണ്ടുണ്ടായിരുന്ന പോലെ പിഞ്ഞാണ പാത്രം, അങ്ങനത്തെ ഒരുപാട് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കി നോക്കാം എന്താണ് അത് ഉപയോഗിക്കുന്നതെന്നുള്ളത്. മെറ്റീരിയൽ ഇതൊക്കെ സെറാമിക്കും പിഞ്ഞാണവും ഒക്കെയാണ് ഈ സാധനങ്ങൾ. ഇതിൻ്റെ കളർഫുള്ളാണ്, ഇതിൻ്റെ കളറിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും ഭംഗി. ശരിക്കും പല ഡിസൈനിലുള്ള. പണ്ട് നമ്മളെ നാട്ടിലൊരു പിഞ്ഞാണപാത്രത്തിന് ഒരു ഡിസൈൻ ഉണ്ടാവാറുണ്ടായിരുന്നു. അത് ഏകദേശം ഈ ടൈപ്പിലാണ്. അത് തുർക്കി, ഇറാൻ ടച്ചിലാണ്, പേർഷ്യൻ ടച്ചിലായിരുന്നു. ഇപ്പോൾ അത് ഇവരത് കുറച്ചുകൂടി കളർഫുള്ളായിട്ടുള്ള ഒരുപാട് പ്ലേറ്റുകൾ ഏറ്റവും ടോപ്പ് വരെയുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു എന്താ പറയുക, നമ്മൾ ഓരോന്നും നമ്മളെ ഓരോരോ ലോഗോ കാണിക്കുന്നത് പോലെ, അതായത് ഓരോരോ പ്ലസ് പോയിൻ്റ് കാണിക്കുന്ന പോലെ ഇവരെ മെയിൻ ഒരു ലോഗോ ആണ് ഇവിടെ വന്നെന്നുള്ളതിൻ്റെ തെളിവ്. ഇതാണ് ഇവർ ഇപ്പോൾ കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ വന്നപ്പം ഇതാണ് ഇവരെ മെയിനായിട്ടുള്ള വെക്കുന്നത്. ഇതുപോലെ ഓരോന്നോരോന്നാണ് ഇവർ വെക്കുക. അതായത് ഒന്നിലത്തത് കഴിഞ്ഞ് വരുമ്പം അടുത്തത് വരും. ഇതൊക്കെ പബ്ലിക്കിലാണ് കേട്ടോ ഇവർ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെയുള്ള സലാഡ് ഉണ്ടാക്കിയിട്ട് ഇവരിതിനെ കയറ്റി വെക്കും. ഈ അരി അതിൻ്റെ കൂടെ ഇടാനുള്ളതാണ് ഇവർക്ക്. ഇത് നമ്മൾ ഇവിടെ കഴിഞ്ഞ് വെച്ച അരി വേവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് വെച്ച ഇതാണ് കേട്ടോ. അപ്പോൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. തീ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കനലിൻ്റെ ചൂടിലാണ് ഇത് ഇനിയിപ്പോൾ വേവുന്നത്. ഇതും അതേപോലെ തന്നെ അരി വേവാൻ വെച്ചതാണ്. അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേവാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ മൂടി ആവിയാക്കി വെച്ചതാണ്. ഈ കാണുന്നത് അതിലേക്ക് ഇടാനുള്ള ബാക്കി വെജിറ്റബിൾസിൻ്റെ ഇതും മുന്തിരി, അതായത് പുലാവിലേക്ക് അവർ അരിയിലേക്ക് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസാണ്. ഇതുവരെ ഇവിടെ ബീഫ്, മട്ടൻ ഇതിലൊക്കെ ഉണ്ടാക്കുന്ന ഈ പുലാവിലേക്ക് ഇടുന്ന സാധനം ഒന്നിച്ചിട്ടിട്ട് വേവിക്കുന്നതാണിത്. ഇതൊക്കെ വിറക് കണ്ടില്ല നിങ്ങൾ, വിറക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുലാവ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതാണ്. ഇവിടെ കൊണ്ടുവന്നിട്ടാണ് പുലാവ് ഇവിടെ മിക്സ് ചെയ്യുക. അസ്സലാമു അലൈക്കും. ഇതിലാണ് പുലാവ് ഇവിടെ മിക്സ് ചെയ്തത്. ഇതിപ്പോൾ അവർ ആ ഉണ്ടാക്കിയ വെജിറ്റബിളും ഇതും എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഒന്നിച്ചിട്ട് ഇതിലേക്ക് അരിയും കൂടി അടക്കിട്ടിട്ടുള്ള ഉണ്ടാക്കിയതാണിത്. വിറകൊക്കെ ഇവിടെ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക കേട്ടോ, ആവശ്യത്തിനൊക്കെ എടുത്തിടാൻ. ഇവിടെ നിന്നാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത്, ഓർഡറിൻ്റെ പ്രകാരം സപ്ലൈ ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും.
ഇതുവരെ ഒന്നിച്ചിട്ടുള്ള ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇവിടെ എടുത്ത് വെച്ച് അത് കട്ട് ചെയ്തിട്ട് അവിടുന്ന് ചോറ് എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ പീസുകൾ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇവരിപ്പോൾ വരുന്ന സംഗതികൾ ഓർഡർ പ്രകാരം ഇവിടുന്ന് പ്ലേറ്റിൽ എടുത്ത് പോവുക ചെയ്യും. ഇതൊരു സെക്ഷൻ വേറെ തന്നെ വർക്ക് ചെയ്യാണ് ഇവിടെ. ഇതിപ്പം അതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അതിലേക്ക് അരി ഇടാൻ പോവുകയാണ്. അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ വെജിറ്റബിൾസും ക്യാരറ്റ് എല്ലാ സംഗതികളും ഉണ്ട്. ആ കൂട്ടത്തിൽ മുന്തിരി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ ഈ അരിനെ എടുത്തിട്ട് ഇതിലേക്ക് ഇടാനുള്ള പരിപാടിയിലാണ്. പുലാവ് മേക്കിംഗ് ഇതാണ്, ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഇവിടെ കഴിക്കാൻ വരുന്ന വിദേശികളൊക്കെ ഇത് വന്നിട്ട് നോക്കൂട്ടോ. ഇത് വന്ന് ഇവിടെ കാണും ഈ പുലാവിൻ്റെ. അതിനാണ് ഇവരിവിടെ ഓപ്പൺ ആക്കിയിട്ട് ഇതിനൊരു സ്ഥലം വെച്ചത്. ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡാണ് സപ്ലൈ ചെയ്യുന്നത്. വേറെ ഉള്ളിൽ കിച്ചണും ഉണ്ട്. ആ വെച്ച അരി ഇവർ ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇനി ആ അരി അതിൽ വെള്ളം അടക്കമുള്ള ഇതിൽ എടുക്കുക. ഇത് എത്ര വലിയ ചട്ടിയാണെന്നറിയോ, നല്ല വലുപ്പമുണ്ട്. ഈ വലുപ്പമുള്ള ചട്ടിയിലാണ്. ഇനി അതിലേക്ക് എന്താണ് കുറച്ച് ഉപ്പ് എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്കിട്ട് അതെ ഉപ്പ് ആക്കി വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി അരി ഇടാൻ പോവാം. അതിൻ്റെ മുകളിൽ വീണ്ടും ഉപ്പിടും. എന്നിട്ട് ഇവർ ആ പ്ലേറ്റ് അവിടെ വെച്ചതുപോലെ അപ്പുറത്തുള്ളതുപോലെ തന്നെ പ്ലേറ്റ് എടുത്ത് കമത്തി വെക്കും. ഇതിങ്ങനെ ഓരോന്ന് അപ്പുറം മുതൽ ഇവിടം വരെ ഇത്രയും സംഗതിയിൽ ഇവർ വെച്ച് നിൽക്കും. അവിടെ ഇറച്ചീൻ്റെതും ഇതേപോലെ 4 ഇത് ഓർഡർ ആയതൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഓർഡർ ആയ സാധനങ്ങൾ ഇതുണ്ടല്ലോ, പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഒരു കുറച്ചൊക്കെ ഒരു നാടൻ സ്റ്റൈലും എന്നാലൊരു വളരെയധികം വളരെ വിശാലമായ ഒരു സിസ്റ്റവുമാണിത്. ഈ ഇറച്ചികളെടുത്ത് ഇവിടേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒൽക്കിട്ട് കൊടുക്കുക ചെയ്യുക. പുറത്ത് ആ വണ്ടിയിൽ കണ്ടില്ല വിറക്, ഇവിടേക്കുള്ള വിറക് കൊണ്ടുവരുന്നതാണ്. ഇതവിടെ കൊണ്ടുവന്ന് അട്ടി വെച്ചിരിക്കുന്നത്. ഈ വിറക് ഇങ്ങനെ ഒക്കെ എത്ര വലുതാണെങ്കിലും ഇവർ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആ സാധാരണ സിസ്റ്റം തന്നെയാണ് ഇവർ ഇതിന് അനുകരിക്കുന്നത്. ഇത് പണ്ടത്തെ നമ്മളെ റഷ്യൻ വണ്ടി കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ റഷ്യയിലെ വണ്ടിയാണ്. എത്രയോ പഴക്കമുള്ള വണ്ടികളതൊക്കെ 40-50 കൊല്ലമൊക്കെ പഴക്കമുണ്ടാവും. നമ്മൾ കയറി വരുമ്പോൾ ഇത് ഇവിടുത്തെ ബ്രെഡാട്ടോ, ഇവരെ ബ്രെഡാണ്. ഈ ബ്രെഡ് ഇവർ ഉണ്ടാക്കുന്നത് നമ്മളെ നാട്ടിൽ നമ്മൾ എന്താണ് അപ്പക്കൂട് അതേപോലെ തന്നെയാണ്. പക്ഷേ എന്നാലും ഇവിടെ ഉണ്ടാക്കുന്ന സിസ്റ്റം വളരെ റിസ്ക് ഉള്ള സിസ്റ്റത്തിലാണ് ഇവരിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മൂപ്പരിപ്പോൾ ഉണ്ടാക്കാൻ പോവാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം എങ്ങനെയാണ് മൂപ്പര് വെക്കുക എന്നുള്ളത്. നമ്മളെ നാട്ടിലെ അപ്പക്കൂട് പോലെ ഒന്നുമല്ല. ആള് അത്രയും എനിക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ചൂടെടുക്കുന്നുണ്ട്, ശരിക്കും ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആള് ഓരോന്ന് എടുത്ത് വെക്കുന്നതൊക്കെ കണ്ട്. നമ്മൾ അപ്പക്കൂടൊക്കെ റെഡിയാക്കി സാധനം വെച്ചിട്ട് അടിയിൽ കത്തിക്കല്ലേ ചെയ്യുക. എന്നിട്ട് കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് പോകുക. അതങ്ങനെയല്ല, അത് കത്തിക്കൊണ്ടിരിക്കുമ്പം ആള് അതിൻ്റെ അകത്തേക്ക് ഈ റൊട്ടി വെക്കും. ഇതുവരെ നാഷണൽ റൊട്ടിയാണ് കേട്ടോ. ഇതേപോലെ പരുത്തി റെഡിയാക്കി വെച്ച സാധനം ആളിതാ അവിടെ കണലിടുന്ന കണ്ടത്. കണലൊക്കെ റെഡിയാക്കി വെച്ചു. അല്ല ഈ ചൂടടിക്കുന്നത് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചൂടടിക്കുന്നത്. അതിൻ്റെ അടുത്താണ് ആൾ നിൽക്കുന്നത്. ഒരു ഗ്ലൗസ് ഇടുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ഇനിയിപ്പം കൈക്ക് എന്തോന്ന് എടുത്ത് നോക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു റൊട്ടി. അതാ അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് എടുക്കുന്നതാണ്. യെസ്, ഞാൻ പറഞ്ഞില്ലേ കൊറിയക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇവിടെ കുറേ കൊറിയക്കാരാട്ടോ ആ പോകുന്നത്. ഇതേപോലെ കൊറിയക്കാരുണ്ട് ഇവിടെ കുറേ. എല്ലാ രാജ്യക്കാരും ഉണ്ട്, പക്ഷേ കൊറിയക്കാർ ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ്സും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൊറിയയായിട്ട് കൊളാബറേഷനായിട്ട്. ഇതിൻ്റെ അകത്തേക്ക് ആൾ നിൽക്കുന്നുണ്ടോ, ആ ആൾ സാധനം വെക്കുന്നതൊക്കെ അതിൻ്റെ മുകളിൽ വടിയിലാക്കിയിട്ടാണെങ്കിൽ പോലും അവിടെ പോലും നിൽക്കാൻ പറ്റില്ല ശരിക്കും. നമ്മൾ നാട്ടിലെ സ്വർഗം നരകം എന്ന് പറയുന്നത് പോലെ ആ ചൂടിൽ ആൾ വെക്കാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഉള്ളിൽ കാണുന്ന ആ സ്പേസിലേക്കാണ് ഇവർ കണ്ടോ എന്തോ ഒട്ടിയതൊക്കെ പൊളിച്ച് വൃത്തിയാക്കുകയാണ് ഇനിയിപ്പോൾ പുതിയ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ബാനർ വരച്ച് കണ്ടത് ബഷ് കസൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനാണ് ഇവരെ അതാ TV ടവറും കാണിക്കുന്നുണ്ട്. ഇതന്നെ ലൊക്കേഷൻ. ഇതിൻ്റെ കൗണ്ടറാണ് കേട്ടോ. ഇതിൻ്റെ കൗണ്ടറാണ്. ഇവിടെ നിന്ന് നമ്മൾ ബില്ല് പേ ചെയ്ത് ടോക്കൺ എടുത്തിട്ട് അതും കൊണ്ട് ടേബിളിൽ പോയിരിക്കുക കാലിയുള്ള. ഇത് പാർസലിൻ്റെ സെൻറ്റർ. എന്നിട്ട് ആ കിട്ടുന്ന ബില്ല് ആയിട്ട് നമ്മൾ കൗണ്ടറിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആൾ വന്ന് അത് വാങ്ങും. നമുക്ക് ഇതേപോലെ അവിടെ സെറ്റ് ചെയ്യുന്ന പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് തരികയും ചെയ്യും ഡെലിവറി. അതാണ് സിസ്റ്റം. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം നമുക്ക്.
നമ്മൾ പറഞ്ഞ അവിടെ ഒരു സെക്ഷൻ, അത് അത്രയും വലിയ ലോകം, എന്താ ഇവിടെ ഒരു സെക്ഷന്. ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, അതൊക്കെ ഉള്ളിൽ ഇവിടെ ബേസൻ ഉണ്ട് കഴുകുന്നത്. ഇതൊരു ലോകമാണ്. ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇതൊക്കെ ഇതിൻ്റെ ഫുഡ് സർവീസ്. ഇത് കഴിഞ്ഞ ബാക്കിയുള്ളതാണ് അവിടെ പുറത്തിരിക്കുന്നത് ആൾക്കാർ. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഇവിടേക്ക് ഇരിക്കുന്നത്. എന്താലേ ഒരു നാടിൻ്റെ മൊത്തം സംഗതികൾ ഒരൊറ്റ സ്ഥലത്ത് ഫുഡിൻ്റെ. ഇതൊരു നാഷണൽ ഫുഡാണ്. നമ്മളെ നാഷണൽ ഫുഡിനൊന്നും ഇങ്ങനത്തെ ഡിമാൻഡ് ഉണ്ടാവാറില്ല. നമ്മളിപ്പോൾ ചോറും കറിയും ഇത്രത്തോളം ഹിറ്റൊന്നും ആവില്ലല്ലോ. അപ്പോൾ ഇത് പിന്നെ ലോകത്തിലെ ഒരു സ്പെഷ്യലാണ് ഇവരെ ഫുഡ്. ഇവിടെ വരുന്നില്ല. ഒന്നാമത് ഇവർ പുറത്ത് ഇത് ഉണ്ടാക്കുന്നത് കാണിക്കുന്ന സിസ്റ്റവും എല്ലാം കൂടി വെച്ചത് കൊണ്ട് ആൾക്കാർക്ക് വരുന്നവർക്ക് ഇതൊരു അതിശയമാണ്. ഇതാണ് ഇവരെ ലോഗോ ശരിക്കും കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഇവരെ എല്ലാ അഡ്വർടൈസ്മെൻറ്റും പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരെ ഫോട്ടോ ഒക്കെ പോകുന്നത് ഇത്. ഒരു ലോകം ഭക്ഷണത്തിൻ്റെ പുലാവ്, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, എല്ലാ രാജ്യത്തേക്കും ഇതൊരു വലിയ സംഭവം തന്നെയാണ്. Selam aleyküm. ടാക്സി ഡ്രൈവർ. 30. No, 2. 30. ടാക്സിയിൽ കയറാൻ വേണ്ടിയിട്ട് ബാർഗൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു രീതിയിൽ ഓന് ഓയിലാണ് അടിക്കുന്നത്. ഇന്ത്യ people coming. Yeah, India, поехал. I give this number. This good taxi. See. This good taxi. This good man. This good man too. This good man. അങ്ങനെ 25,000 കൺഫേം ആക്കി. വേറെയുള്ളതിന് പോകുമ്പോൾ നമുക്ക് ഏകദേശം ഇത്രയൊക്കെ തന്നെ വരും. ഇത്രയൊക്കെ തന്നെ വരും. പിന്നെ ഇത് പിന്നെ ഒരു പാവപ്പെട്ട ഒരുത്തനായതുകൊണ്ട്, ഒരു ഹരള്ള ഒരുത്തനായതുകൊണ്ട് അവൻ്റെ കൂടെ ഒന്ന് പോകുന്നത് കുറച്ച് സംസാരിക്കാൻ വിചാരിച്ചിട്ട്. ഇവൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാന്നുള്ളതുകൊണ്ട് ഇവൻ്റെ അടുത്ത് തന്നെ വന്നു. തുമാരാ നാം ക്യാ? Bakhtiyor. My name is Bakhtiyor. Your name is Bakhtiyor. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല നല്ല ആൾക്കാരൊക്കെ കിട്ടും. ഇവരൊക്കെ ടാക്സി ഓടിച്ചിട്ട് എന്തെങ്കിലും കിട്ടി ജീവിക്കേണ്ട ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. യു ഗുഡ് ഹിയർ ഡ്രൈവിംഗ് ടാക്സി ഓക്കെ? Uzbekistan gaziyiz. Uzbekistan no money petrol. Benzin no, little money. Benzin kımmet. Ha? Benzin kımmet. 15,500. 15,500 benzin. Okay. Uzbekistan good? Good. Uzbekistan taxi too much money, huh? Taxi? Too much money. Ben bilmem. അപ്പോൾ നമ്മൾ ടാക്സിയിൽ ഒന്ന് പോവുകയാണ്. ഞാൻ കുറേ നടന്ന് പല സ്ഥലങ്ങളും കണ്ടു. ഇന്ന് നമ്മൾ പെലാവിൻ്റെ സ്ഥലം കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊന്ന് തിരിച്ച് പോവുകയാണ്. ഹോട്ടലിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു പോകും.